നമുക്കിന്ന് അത്ര പരിചിതമല്ലാത്ത ഒരു ചികിത്സാ ശാഖയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ന്യൂക്ലിയർ മെഡിസിൻ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ നിർണ്ണയിക്കുന്നതിനും ചില അസുഖങ്ങളുടെ ചികിത്സയ്ക്കും ഈ ചികിത്സാ ശാഖ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ന്യൂക്ലിയർ മെഡിസിൻ എന്താണ്, എത്തരത്തിലൊക്കെയാണ് അതിൻ്റെ സാധ്യതകളെന്ന് വളരെ വിശദമായി നമുക്ക് ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കാം. നമുക്കൊപ്പമുള്ളത് തൃശ്ശൂർ അമല ആശുപത്രിയിലെ ന്യൂക്ലിയർ മെഡിസിൻ വിഭാഗ മേധാവി ഡോക്ടർ സിബു ജേക്കബാണ്. ഡോക്ടർ സ്വാഗതം. നമസ്കാരം സർ. ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുമ്പോൾ ന്യൂക്ലിയർ എന്ന വാക്ക് നമ്മൾ മനുഷ്യർക്ക് കുറച്ച് ആശങ്ക ഉണ്ടാക്കുന്ന ഒരു പദമാണ്. എത്തരത്തിലാണ് അതൊരു ചികിത്സാ ശാഖയായി വരുമ്പോൾ ന്യൂക്ലിയർ മെഡിസിൻ്റെ സാധ്യതകൾ എങ്ങനെയാണ് ഈ ഒരു ടേം സർ വിശദമാക്കാൻ കഴിയുക? ഈ ഒരു ന്യൂക്ലിയർ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റ് പല ആൾക്കാർക്കും ഇത് അറിയാൻ സാധ്യതയില്ല. അത് പല ഹോസ്പിറ്റൽസിലും ഇല്ലാത്ത കാരണമാണ്. ന്യൂക്ലിയറിന് ഈ വേർഡ് വരാൻ കാരണമെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു റേഡിയോ ഐസോട്ടോപ്പ് റേഡിയേഷൻ ഉള്ള ഒരു മരുന്ന് ഇഞ്ചെക്ഷൻ ചെയ്തോ അല്ലെങ്കിൽ കുടിപ്പിച്ചിട്ടോ ആ മരുന്ന് കുടിപ്പിച്ചിട്ടാണ് നമ്മൾ ഈ സ്കാൻ ചെയ്യുന്നത്. സോ അന്നേരം ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ന്യൂക്ലിയസ് ഉള്ള ഈ ആറ്റംസ് റേഡിയോ ആക്റ്റീവ് ആറ്റംസ് നമ്മൾ യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് സ്കാനിങ്ങിന് ചെയ്യുന്നത്. അങ്ങനെ ഈ ന്യൂക്ലിയർ വേർഡ് ഇതിന് വന്നത്. ഈ ന്യൂക്ലിയർ സ്കാനിൽ നമ്മൾ കൂടുതലും ചെയ്യുന്നത് നമ്മുടെ സ്കാനിങ്ങും പിന്നെ കുറച്ച് ക്യാൻസേഴ്സിന് വേണ്ടി നമ്മൾ ട്രീറ്റ്മെൻറ്റും ചെയ്യാറുണ്ട്. സോ ഈ ന്യൂക്ലിയർ മെഡിസിനിൽ 2 ടൈപ്പിലെ മെഷീൻസാണ് നമുക്കുള്ളത്. അതിൽ ആദ്യത്തെ മെഷീൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പേര് സ്പെക്ട് CT, രണ്ടാമത്തെ മെഷീൻ നമുക്കുള്ളത് PET CT. സോ ഈ 2 മെഷീൻസും നമുക്ക് ഏറ്റവും ആധുനികമായിട്ടുള്ള മെഷീൻസാണ്. അതിലന്നേരം നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളും പിന്നെ കുറച്ച് ക്യാൻസറിൻ്റെ കോശങ്ങളും നോക്കാൻ വേണ്ടി നമ്മൾ ഈ സ്കാൻസ് ചെയ്യാറുണ്ട്. ഈ സ്കാനിന് നമ്മൾ ഈ റേഡിയേഷൻ്റെ മരുന്ന് കുത്തി കഴിഞ്ഞിട്ട് പല സമയത്തിൽ ഇപ്പം ചില സ്കാൻസ് നമ്മൾ ഉടനെ ചെയ്യും, ചിലത് കുറച്ച് നേരം കഴിഞ്ഞിട്ടായിരിക്കും ചെയ്യുന്നത്. പ്രോട്ടോക്കോൾ ഡിഫറെൻ്റ് ആണെങ്കിലും നമ്മൾ ഇത് കൂടുതലും ഡോക്ടർ റെഫറിങ് ഫിസീഷ്യന് എന്തെങ്കിലും അവർക്ക് ഈ സ്കാൻ വഴി അറിയേണ്ടത് ഉണ്ടെങ്കിൽ അതിനു വേണ്ടി ഞങ്ങൾ ഈ സ്കാനിങ് ചെയ്യുന്നത് ഒരു മറ്റ് സ്കാനിനേക്കാളും ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് ഇൻഫോർമേഷൻസ് നമുക്ക് ഇതിന് നൽകാൻ പറ്റുന്നത്. സോ അതിൻ്റെ ആ മേജറായിട്ട് ഡോക്ടർ നമുക്കത് വിശദമായിട്ട് സംസാരിക്കാം. നമുക്കിപ്പോൾ കോഴിക്കോട് നിന്ന് റസിയ എന്നൊരു പ്രേക്ഷക ലൈനിലുണ്ട്. റസിയ സ്വാഗതം. ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ, ചോദിച്ചോളൂ. ഞാന് ക്ലിയറിന്റെ 2 വർഷം മുന്നേ തൈറോയിഡിന്റെ ഗുളിക കുറെ വർഷങ്ങളായി കഴിക്കുന്നു. അപ്പൊ കുറച്ച് 2 വർഷം നിർത്തീനി ഗുളിക. ഹലോ ഹലോ സംസാരിച്ചോളൂ. കേൾക്കുന്നുണ്ടോ? 2 വർഷം നിർത്തീനി ഗുളിക. അതപ്പം പിന്നെ ഭയങ്കര നെഞ്ഞിടിപ്പും പിന്നെ ക്ഷീണവും ഒക്കെ വർദ്ധിച്ചപ്പോ പിന്നെ കാണിച്ചപ്പോ ക്ലിയറിന്റെ അവിടെ മരുന്ന് കയറ്റി പിന്നെ സ്കാൻ ചെയ്തൊക്കെ ചെയ്തിരുന്നു. റേഡിയേഷന്റെ മരുന്നൊക്കെ കയറ്റി. അതിൻ്റെ അറിയാൻ വേണ്ടി അപ്പൊ അത് നീരുറ്റി ടെസ്റ്റ് ചെയ്തപ്പോ പിന്നെ അതില് വലിയ കുഴപ്പമില്ല. ഇപ്പൊ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗുളിക കഴിച്ചിട്ട് ഇപ്പോഴും നെഞ്ഞിടിപ്പ് ഇങ്ങനെ കൂടി വരിക. സിപ്ലാറ് പിന്നെ നിയാമർക്കസോള് 2 ഗുളിക കഴിക്കണം. ആ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഇപ്പൊ നെഞ്ഞെടുപ്പ് കൂടിയിട്ട് ഇപ്പം പിന്നെ കഴിഞ്ഞ ആഴ്ച 65 മെഡിസിൻ വക്കീൽ കാണിച്ച് അവിടുന്ന് പറഞ്ഞ ഒരാഴ്ച ഗുളിക നിർത്തി വെച്ചിട്ട് ഇനി അടുത്ത ആഴ്ച ടെസ്റ്റ് ചെയ്തിട്ട് കാണിക്കാനാണ് പറഞ്ഞത്. ഡോക്ടർ, അവർ തൈറോയിഡ് സംബന്ധമായ അസുഖങ്ങൾക്ക് ന്യൂക്ലിയർ മെഡിസിന്റെ സാധ്യതകളെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് തോന്നുന്നു, ചോദിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് തോന്നുന്നു. എനിക്ക് ക്ലിയർ ആയിട്ട് ഒത്തിരി നല്ലപോലെ കേട്ടില്ല. എനിക്ക് തോന്നുന്നു എന്തോ തൈറോയിഡിൻ്റെ ഫങ്ഷൻ അതിൻ്റെ പ്രവർത്തനം കൂടിയതിൻ്റെ കാരണത്തോട് ആൾക്ക് എന്തോ മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവർ മെഡിസിൻസ് കൊണ്ട് കൺട്രോൾ ആയിട്ടുണ്ടോയെന്ന് അറിയില്ല. പക്ഷേ ഈ ഒരു അസുഖത്തെ നമ്മൾ ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയും. തൈറോയിഡിൻ്റെ ഫങ്ഷൻ കൂടുതൽ. ഇതിൽ നമ്മൾ ഈ മെഡിസിൻ സിപ്ലാർ കഴിക്കുന്നുണ്ട്. ഇതല്ലാതെ തന്നെ 2 വേറെ മെഡിസിൻസും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ന്യൂക്ലിയർ മെഡിസിനിൽ അതിനൊരു സ്കാനും ഇൻ കേസ് ഈ പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഫലപ്രദമായിട്ടില്ലെങ്കിൽ ഒരു റേഡിയേഷൻ്റെ ഒരു മരുന്ന് കൊടുത്തിട്ട് നമുക്ക് ഈ തൈറോയിഡ് അമിതമായിട്ടുള്ള ഈ ഫങ്ഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റും.
റസിയ വ്യക്തമായെന്ന് വിചാരിക്കുന്നു. പാലക്കാട് നിന്ന് പ്രേമൻ എന്ന പ്രേക്ഷകൻ കൂടിയുണ്ട്. സർ സ്വാഗതം, ഡോക്ടറോട് സംസാരിച്ചോളൂ. സാറേ, ഈയിടെയായിട്ട് ഒരു 2 മാസം മുന്നേ എനിക്ക് നല്ലൊരു പനി വന്നു. പനി നന്നായിട്ട് പനിച്ചു, ചുമയുണ്ടായി. പെരുന്തമണ്ണ MSC ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ ന്യൂമോണിയാണെന്ന് പറഞ്ഞു. അത് ചുമച്ച് അവിടെ കുറേ കാശാണ്. 10-15 ലക്ഷം അല്ല 10,60,000 ഇപ്പോൾ MSC കാർഡ്. അവർക്ക് ഈ രോഗം ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഒരു ചെറിയൊരു നിക്കോമോ വൈറസ് കൊണ്ട് എന്തോ വൈറസ് കുറഞ്ഞിരുന്ന അവർ പറയും. അങ്ങനെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ വിട്ടു. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ വിട്ടിട്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് അത് അവിടെ അതിനെ പറ്റിയ ആളില്ല എന്നുകൊണ്ടൊരു 10 ദിവസം അവിടെ 115,000 ഇഞ്ചക്ഷൻ വെച്ച് ചെയ്തിട്ട് അവർ നേരെ അത് പിന്നെ കോഴിക്കോട് അല്ലെങ്കിൽ കോടതിയിൽ പോകാൻ പറഞ്ഞു. കോടതിയിൽ പോയി പിന്നെ എനിക്ക് എളുപ്പം കോഴിക്കോട് കൊണ്ടാണ് കോഴിക്കോട് പോയി 1 മാസത്തോളം അവർ ചികിത്സിച്ചു. ഇപ്പോഴും അവർക്ക് ആ രോഗം എന്താണെന്ന് കിട്ടിയില്ല. ഉടലിൽ കൂടെ പോയിട്ട് ചെറിയൊരു പച്ച കളറിൽ എന്തോ ആണ്. അത് അവർ പറയുന്നത് ഇപ്പോൾ ക്യാൻസറും അല്ല, വേറെ എന്താ അസുഖം എന്നൊരു പിടിയുമില്ല. അവരിപ്പോൾ അത് ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കുന്ന മാസങ്ങളോളം മരുന്ന് കഴിച്ചു. അപ്പോൾ ഭക്ഷണം പോലും കഴിക്കാതെ 2 ദിവസമായിരുന്നു. 3 മാസമായി. കുറേ കാശും പോയി, ആളും പോയി. ഒന്നും അറിയില്ല. സാറിന് അതിനെപ്പറ്റി എന്തെങ്കിലും സംശയം പറഞ്ഞു തരാൻ പറ്റില്ല. അങ്ങനെ ചെറിയ ഒരു ഇതാണ് അവർ കാണിച്ചത് പറഞ്ഞത്. ഓക്കെ, ഇത് പിന്നെ നിമോണിയ എന്ന് പറഞ്ഞ ഈ കേസിൽ നമ്മൾ കൂടുതലും ആൻറ്റിബയോട്ടിക്സ് വെച്ചിട്ടാണ് നമുക്കിതിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. ഇത് ചില നിമോണിയ ചിലപ്പം ചില വീര്യം കൂടുതലുള്ള ബാക്ടീരിയാസോ അല്ലെങ്കിൽ വൈറസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് മുഴുവനായിട്ട് മാറാറില്ല. അതിന് അന്നേരം പല ടെസ്റ്റുകൾ ചെയ്തിട്ടേ ഇത് നമ്മളതിന് വേണ്ടി പിന്നെ മരുന്നുകൾ കൊടുക്കാറുള്ളൂ. ഇത് കൂടുതലും പൾമണോളജി ഡിപ്പാർട്ട്മെൻറ്റാണ് ഇത് നോക്കുന്നത്. പിന്നെ ഇതിനുള്ള വെയിറ്റ് ലോസും ചിലപ്പം അതിൻ്റെ കാരണത്തോടായിരിക്കാം. ഇതിൽ പ്രധാനപ്പെട്ടത് നമ്മൾ TBയുടെ അസുഖം ഉണ്ടോ എന്ന് മാത്രം ഞങ്ങൾ കൂടുതൽ നോക്കണം. ഇതെന്ന് വെച്ചാൽ എനിക്ക് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ അസുഖം TB ആയിട്ട് വരാറുണ്ട്. അതിൽ ചില വെയിറ്റ് കുറവും ഭക്ഷണം കഴിക്കാൻ ഉള്ള ഭക്ഷണം കുറവായിട്ട് കഴിക്കേണ്ട ഒരു അവസ്ഥ വരുന്നതും അതൊക്കെ വരാറുണ്ട്. സോ അന്നേരം ഇത് പല ഹോസ്പിറ്റൽസും മാറിയിട്ട് കാര്യമില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു നല്ലൊരു പൾമനോളജിസ്റ്റിനെ കാണിച്ചിട്ട് ആ ട്രീറ്റ്മെൻറ്റ് അതിൻ്റെ പോലുള്ള കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനുള്ള ഇഞ്ചെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പം ശരിയായേക്കാം. പക്ഷേ ഇതിന് കൂടുതൽ ടെസ്റ്റുകളും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖം, ഇതിപ്പം നിമോണിയ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, നിമോണിയ അല്ലാതെ വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് നോക്കേണ്ടി വരും. വ്യക്തമായെന്ന് വിചാരിക്കുന്നു. സർ, നമ്മൾ ന്യൂക്ലിയർ മെഡിസിനിലേക്ക് തിരിച്ചെത്തുകയാണെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന അൾട്രാസൗണ്ടും CT സ്കാൻ അത്തരം റേഡിയോളജി നടത്തുന്ന പരിശോധനകളിൽ നിന്ന് ന്യൂക്ലിയർ മെഡിസിൻ സ്കാനുകൾ എത്തരത്തിലാണ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്? മറ്റ് സ്കാനുകൾ CT സ്കാൻ, എക്സ്റേ അല്ലെങ്കിൽ സോണോഗ്രാഫി എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും മുഴകളുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ അവയവങ്ങളുടെ അതിൻ്റെ സൈസോ അല്ലെങ്കിൽ ഏതെങ്കിലും വേറെ അബ്നോർമാലിറ്റീസ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ന്യൂക്ലിയർ മെഡിസിനിൽ ആ അവയവത്തിൻ്റെ തന്നെ പ്രവർത്തനം അറിയാൻ വേണ്ടിയായിട്ടാണ് നമ്മൾ ഒരു ഇഞ്ചെക്ഷൻ കുത്തിയിട്ട് നമ്മൾ ഈ സ്കാൻ ചെയ്യുന്നത്. അന്നേരം രണ്ടും അതിൻ്റെ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിപ്പം റേഡിയോളജിക്കൽ സ്കാൻസ് ആണെങ്കിൽ നമുക്ക് മുഴകൾ അറിയാനും അതിൻ്റെ തന്നെ പ്രവർത്തനം അറിയണമെങ്കിൽ നമുക്ക് ന്യൂക്ലിയർ മെഡിസിൻ്റെ സ്കാൻസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇത് സ്പെക്സിറ്റിയിൽ നമുക്ക് 2 മെഷീൻ ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ സ്പെക്സിറ്റിയുടെ മെഷീനിൽ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ എല്ലാം ഇത് ഹാർട്ട്, നമ്മുടെ ലിവറ്, തൈറോയിഡ്, നമ്മുടെ എല്ല്, അങ്ങനെ പല അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ നമുക്ക് കാണാൻ പറ്റും. അന്നേരം ഇത് രണ്ടും ചിലപ്പം വേണ്ടി വന്നേക്കാം. പക്ഷേ ചില സമയത്ത് ചില ഫിസിഷ്യന് നമുക്ക് ഇവർ പ്രവർത്തനമില്ലാതെ അവർക്ക് മുന്നോട്ട് ട്രീറ്റ്മെൻറ്റ് എന്തോ ചെയ്യേണ്ടി എന്നുള്ളൊരു കൺഫ്യൂഷൻ വരുമ്പോൾ അവർ ആദ്യമേ ഇത് നോക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ ആയിട്ടുള്ള ഓപ്പറേഷൻ വേണോ അല്ലെങ്കിൽ ജസ്റ്റ് മെഡിസിനിൽ ഇത് മാറാനുള്ളതാണോ എന്ന് അവർ നോക്കും. ഇതല്ലാതെ തന്നെ നമുക്ക് ഈ രണ്ടാമത്തെ എന്ന് പറഞ്ഞ ഈ പെറ്റ് സ്കാൻ എന്ന് പറയുന്ന ഈ ഒരു മെഷീനിൽ കൂടുതലും ക്യാൻസർ പേഷ്യൻസിന് ഉപയോഗപ്പെടുന്നതാണ്. സോ ഈ ക്യാൻസർ പേഷ്യൻസിന് വേണ്ടി ആദ്യമേ ഇപ്പം എവിടെയെങ്കിലും മുഴകളുണ്ടോ, ആ മുഴകൾ അഥവാ ബയോപ്സി എടുത്തു കഴിഞ്ഞിട്ട് അത് പോസിറ്റീവ് ആണെങ്കിൽ ശരീരത്തിൽ എവിടുന്ന് അത് തുടങ്ങി അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വേറെ ഏതെങ്കിലും ഭാഗത്ത് ഇത് ബാധിച്ചിട്ടുണ്ടോ
അല്ലെങ്കിൽ ഇത് ഏത് തരത്തിലെ ട്രീറ്റ്മെൻറ്റ്, ഇപ്പം കൂടുതലും ക്യാൻസർ പേഷ്യൻസിന് നമ്മൾ അതിനെ കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി, സർജറി ഇങ്ങനത്തെ കുറേ ട്രീറ്റ്മെൻറ്റ്സാണ് ചെയ്യുന്നത്. ആ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ മുമ്പ് നമ്മൾ ഈ സ്കാൻ ചെയ്ത് നമ്മൾ നോക്കും ഏതാ ഏറ്റവും കൂടുതൽ ഉചിതമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഇവർക്ക് വേണ്ടിയത്. ഇത് കഴിഞ്ഞിട്ടും ഇവർ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് ഇതിന് റെസ്പോൺസ് ഉണ്ടോ, ഫലപ്രദമായിട്ടുണ്ടോ എന്ന് നോക്കാനും നമ്മളിത് ചെയ്യും. പിന്നെ മിക്ക പേഷ്യൻസും കുറച്ച് നാൾ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം നോർമലായിരിക്കാം, പക്ഷേ ഇടയ്ക്ക് അവർക്ക് സിംറ്റംസോ അല്ലെങ്കിൽ അവരുടെ ബ്ലഡ് ടെസ്റ്റിൽ എന്തെങ്കിലും സംശയമായിട്ട് അവർക്ക് തോന്നുന്ന സമയത്തും നമുക്ക് ഈ സ്കാൻ വഴി ആ ക്യാൻസർ വീണ്ടും വന്നിട്ടുണ്ടോ അതോ പുതിയ എന്തെങ്കിലും ക്യാൻസറായിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടോ നമുക്കറിയാൻ പറ്റും. ഇതിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നമ്മൾ ബാക്കി സ്കാൻസിനേക്കാളും പറഞ്ഞത് ഇത് ഒരു ഫുൾ ബോഡി സ്കാനാണ്. നമുക്ക് ഒരു തലയുടെ അല്ലെങ്കിൽ കഴുത്തിൻ്റെ അല്ലെങ്കിൽ ചെസ്റ്റിൻ്റെ അല്ലെങ്കിൽ അബ്ഡോമൻ്റെ സ്കാനല്ല, ഇതൊരു ഫുൾ ബോഡി സ്കാനായിട്ടാണ് നമുക്ക് ചെയ്യുന്നത്. നമുക്കിത് രണ്ടും നമുക്ക് അറിയാൻ പറ്റും ഈ വിവരങ്ങൾ. വ്യക്തമാണ് ഡോക്ടർ. നമുക്ക് എറണാകുളത്ത് നിന്ന് സുജാത എന്ന പ്രേക്ഷക വെയിറ്റ് ചെയ്യുന്നുണ്ട്. മാം സ്വാഗതം, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ, ചോദിച്ചോളൂ. ഹലോ. ഞാൻ എന്റെ ഹസ്ബൻഡിന് ഒരു സർജറി വന്നിട്ടുണ്ട്, യൂറിൻ പ്രോബ്ലം ഉള്ളതുകൊണ്ട്. ഹലോ ചോദിച്ചോളൂ ഡോക്ടർ കേൾക്കുന്നുണ്ട്. അപ്പൊ എന്റെ ഹസ്ബൻഡിന് ഒരു യൂറിൻ പ്രശ്നം വന്ന് ഒരു സർജറി വന്നിട്ടുണ്ട്. അപ്പൊ ഈ ന്യൂക്ലിയർ മെഡിസിനും സർജറിയും തമ്മിലില്ലാതെ എനിക്ക് അറിയണ്ടേ, ന്യൂക്ലിയർ മെഡിസിൻ എന്താണ് എന്നാണ് എനിക്ക് അറിയേണ്ടത്. അല്ല, അത് എന്ത് യൂറിൻ്റെ സർജറി ആണെന്ന് പറയാൻ പറ്റുവാണെങ്കിൽ എനിക്കത് പറയാമോ? യൂറിൻ പോകുന്നില്ല, യൂറിൻ ബുദ്ധിമുട്ട്, കല്ലിന്റെ അല്ല, അല്ലാതെ യൂറിൻ പോവാത്ത ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, ഇതിൽ ആക്ച്വലി ഞാൻ മനസ്സിലാക്കത്തോളം ഇത് ആക്ച്വലി കിഡ്നിയുടെ ഫ്ലോ അല്ലെങ്കിൽ നമ്മുടെ യൂറിൻ നോർമലി പോവാത്ത കാരണം ചിലപ്പം ഒരെണ്ണം PUJ ഒബ്സ്ട്രക്ഷൻ എന്ന് പറയും. അത് ഒരു അസുഖമാണ്, ചിലപ്പോൾ അത് ബ്ലോക്കായിട്ടാണ് വരുന്നത്. സോ ആ അത് നമുക്ക് നോക്കണമെങ്കിൽ അതിന് ഞങ്ങൾ ന്യൂക്ലിയർ മെഡിസിനിൽ DTPA EC MAC3 എന്ന് പറഞ്ഞൊരു സ്കാനിങ് ഉണ്ട്. ഇത് കൂടുതലും നമ്മൾ ചെയ്യുന്നത് നമ്മുടെ നോർമൽ യൂറിൻ നല്ലതായിട്ട് പോകുന്നുണ്ടോ അല്ലെങ്കിൽ ബ്ലോക്ക് ഉണ്ടോ, അതിപ്പം കുറച്ചാണോ കൂടുതലാണോ ബ്ലോക്ക്, അതിൻ്റെ അനുസരിച്ച്. ഇപ്പം ബ്ലോക്ക് ഒത്തിരി ആണെങ്കിൽ, ബ്ലോക്ക് വലിയ തരത്തിലുണ്ടെങ്കിൽ അത് സർജറി ചെയ്തിട്ട് സർജറിയിൽ അത് പോവുള്ളൂ. എന്ന് വെച്ചാൽ അത് ബ്ലോക്കിൻ്റെ കാരണത്തോട് കിഡ്നിയിൽ പ്രഷറായിട്ട് കിഡ്നി ചിലപ്പം ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഡോക്ടേഴ്സ് ആദ്യം ഈ സ്കാൻ ചെയ്ത് നോക്കിയിട്ട് ഒത്തിരി വലിയ ബ്ലോക്ക് ആണെങ്കിൽ അവരത് സർജറി ചെയ്യും. ചിലവർക്ക് അഥവാ മൈൽഡായിട്ട് അല്ലെങ്കിൽ കുറച്ചായിട്ട് ബ്ലോക്കോ അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അതിന് ഇമ്മീഡിയറ്റ്ലായിട്ട് സർജറി പറയില്ല, ചിലപ്പോൾ അത് ഫോളോ അപ്പ് ആയിട്ട് വെക്കും. അതെല്ലാം ട്രീറ്റിംഗ് ഫിസിഷ്യൻ്റെ മേളില. പക്ഷേ നമുക്ക് ന്യൂക്ലിയർ മെഡിസിനിൽ ഈ സ്കാൻസ് വഴി നമുക്ക് ഇത് എത്ര ബ്ലോക്ക് ഉണ്ടെന്ന് നമുക്കറിയാൻ പറ്റും. കല്ലിൻ്റെ കാരണത്തോടാണെങ്കിലും അത് കല്ലിൻ്റെ അല്ലാത്ത കാരണമാണെങ്കിലും നമുക്ക് ഈ ബ്ലോക്ക് നമുക്കറിയാൻ പറ്റും ഈ സ്കാനിൽ. സുജാത വ്യക്തമായെന്ന് വിചാരിക്കണു. കോട്ടയത്ത് നിന്ന് അനിത കൂടിയുണ്ട്. മാം സ്വാഗതം, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. ചോദിച്ചോളൂ. ഹലോ. ഹലോ ഡോക്ടർ, ഞാൻ കോട്ടയത്ത് നിന്നാണേ. ഞാൻ കോട്ടയത്ത് നിന്നാണേ. എനിക്ക് ഒരു മാസമായിട്ട് ഭയങ്കര പനിയായിരുന്നേ. പനി വന്നിട്ട് മാറി മരുന്ന് കഴിക്കുമ്പോൾ മാറും, പിന്നെയും വരും. അങ്ങനെ ഒരു മാസമായിട്ട് പനിയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് കഫക്കെട്ടാണ്. CT സ്കാൻ ചെയ്തു, അത് കഴിയുമ്പോൾ എക്സ്റേ എടുത്തു. ഇതെല്ലാം കഴിയുമ്പോൾ അത് കണ്ടിട്ട് ഡോക്ടർ പറയുന്നത് കഫക്കെട്ടാണ് പറയുന്നത് ഉള്ളില്. അപ്പൊ പൾമനോളജിയിൽ അവിടെ അപ്പൊ അവര് പറയുന്നത് ട്യൂബിട്ട് ഇത് എടുക്കണം, അല്ലെങ്കിൽ പിന്നെ ന്യൂമോണിയ ആവും എന്നാ പറയുന്നത്. അപ്പൊ എന്താ ഡോക്ടർ, ഇങ്ങനെ മരുന്ന് കഴിച്ചാൽ മാറുന്നതല്ലേ ഇത്? ഇത് ആക്ച്വലി കഫക്കെട്ട് കൂടുതലും 2-3 കാരണത്തോട് വരാം. നമുക്കത് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് എന്ന് വെച്ചാൽ കഴുത്തിൻ്റെ ആ ഭാഗത്തെ ഉള്ള കഫക്കെട്ടും പിന്നെ നെഞ്ചിൽ നിന്ന് വരുന്ന കഫക്കെട്ടുമായിട്ടാണ് നമുക്ക് 2 തരത്തിലുള്ളത്. അന്നേരം ന്യൂമോണിയ കൂടുതലും പറയുന്നത് എന്തെങ്കിലും ലങ്സിനകത്തിൽ ഈ കഫക്കെട്ട് ഇരിക്കുന്ന അതിൻ്റെ കാരണത്തോട് കുറച്ച് ചേഞ്ചസ് വരാം. അതിൽ നമുക്ക് ഇത് ഏത് തരത്തിലെ കഫക്കെട്ടാണെങ്കിലും കൂടുതലും നമ്മൾ അതിന് ആൻറ്റിബയോട്ടിക്സ് വെച്ചിട്ടാണ് അത് ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ മുമ്പ് ഇത് ഏത് ടൈപ്പിലെ ബാക്ടീരിയ അല്ലെങ്കിൽ ഏത് വൈറസാണ് ഉള്ളതെന്ന് നമ്മൾ ബ്ലഡിൻ്റെ കൾച്ചർ നോക്കിയിട്ടാണ് നമ്മളത് നിർണ്ണയപ്പെടുത്തുന്നത്. അതിൻ്റെ അനുസരിച്ച് ഏത്
നമുക്ക് ആൻറ്റിബയോട്ടിക്സ് വേണോ അത് നമുക്ക് ഇഞ്ചക്ഷനായിട്ട് ചിലപ്പം എടുക്കേണ്ടി വരും. ഈ കഫക്കെട്ട് ഇത് നമ്മുടെ ഈ ഇൻഫെക്ഷൻ പോയാലും ചിലവർക്ക് നമ്മൾ കണ്ടിട്ടുണ്ട് കുറച്ച് നാളത്തേക്ക് ഇൻഫെക്ഷൻ മൊത്തം പോയാലും കുറച്ച് കഫക്കെട്ടും കുറച്ച് ചുമയും വരാൻ പെർസിസ്റ്റൻ്റ് അത് കണ്ടിന്യൂസ്ലി കാണും. പക്ഷേ അത് കൂടുതലും പോസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ചേഞ്ചസാണ്. അത് ഓരോരോ പേഷ്യൻസിന് പല രീതിയിൽ അതായിട്ട് വരുന്നത്. ചിലവർക്ക് അത് എളുപ്പം തന്നെ മാറും ഉടനെ തന്നെ, ചിലവർക്ക് കുറച്ച് സമയം എടുക്കാം. പക്ഷേ ട്രീറ്റ്മെൻറ്റ് എന്തായാലും വേണ്ടി വരും ഏതോ കഫക്കെട്ട് മാറാൻ വേണ്ടി. ഡോക്ടർ ചോദിക്കാം തുടരുന്നു. നമ്മളിന്ന് സംസാരിക്കുന്നത് ന്യൂക്ലിയർ മെഡിസിൻ എന്ന ചികിത്സാ ശാഖയുടെ സാധ്യതകളെക്കുറിച്ചാണ്. തൃശ്ശൂർ അമല ആശുപത്രിയിലെ ന്യൂക്ലിയർ മെഡിസിൻ വിഭാഗം മേധാവി ഡോക്ടർ സിബു ബേബി ജേക്കബ് നമുക്കൊപ്പമുണ്ട്. ഡോക്ടർ തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നു ചെറിയ തോതിൽ റേഡിയോ ആക്റ്റീവ് ട്രേസസ് ശരീരത്തിലേക്ക് കടത്തി വിട്ടുകൊണ്ട് നടത്തുന്ന ചികിത്സയോ അല്ലെങ്കിൽ പരിശോധനാ രീതിയോ ആണ് ന്യൂക്ലിയർ മെഡിസിനിൽ ഉള്ളത് എന്ന്. ഡോക്ടർ, അപ്പോൾ റേഡിയോ ആക്റ്റീവ് ട്രേസസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ നമുക്കറിയാം ഒരു സാധാരണ എക്സ്റേ എടുക്കുമ്പോൾ പോലും റേഡിയേഷനെ കുറിച്ചും സൈഡ് എഫക്ട്സിനെ കുറിച്ചൊക്കെ ആളുകൾ ഭയപ്പെടുന്ന അങ്ങനെ ഒരു രീതിയുണ്ട്. അപ്പോൾ അത്തരത്തിൽ ശരീരത്തിലേക്ക് റേഡിയോ ആക്റ്റീവ് ട്രേസസ് കടത്തി വിട്ടുകൊണ്ട് നടത്തുന്ന പരിശോധന എന്ന് പറയുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള സൈഡ് എഫക്ട്സ് ഇതിനുണ്ടാവുമോ? റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു അളവെന്ന് പറയുമ്പോൾ വളരെ കുറവ് അളവ്, നമ്മൾ നാനോഗ്രാം അല്ലെങ്കിൽ പീക്കോഗ്രാം ആ ഒരു അളവിലാണ് ഞങ്ങളിത് ഈ ഒരു മെഡിസിൻ ഇഞ്ചെക്റ്റ് ചെയ്യുന്നത്. ഈ ഇഞ്ചെക്ഷൻ നല്ല സേഫ് റേഡിയേഷൻ ഉണ്ട്, ബട്ട് വെരി ലോ ഡോസിലേ ഉള്ളൂ. ഇത് ഞങ്ങൾ 2-3 മാസം ഉള്ള കുട്ടികൾക്ക് വരെ നമ്മൾ കിഡ്നിയുടെ സ്കാനും നമ്മുടെ തൈറോയിഡിൻ്റെ സ്കാനും ഞങ്ങൾ ചെയ്യാറുണ്ട്. അത്രയും സേഫാണ് ഈ ഒരു റേഡിയേഷൻ മരുന്ന്. ഇത് നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാലും കുറച്ച് നേരം കഴിഞ്ഞാൽ സ്കാനിൻ്റെ ആ സമയം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് താനെ പൊക്കിയോളും. നമ്മൾ കൂടുതൽ വെള്ളം കുടിച്ച് യൂറിൻ ചെയ്യണമെന്ന് മൂത്രം ഒഴിക്കണമെന്ന് മാത്രമേ പറയുള്ളൂ. അല്ലാതെ നമ്മുടെ ശരീരത്തിന് അത് ഒരു ഹാമും ചെയ്യാറില്ല. രണ്ടാമത് ഈ കേസസിന് വേണ്ടി നമ്മൾ ചില സമയത്ത് ചില CT സ്കാനിനേക്കാളും ഉള്ള റേഡിയേഷൻസ് നമുക്കിതിൽ കുറവായിട്ടാണ് ഉള്ളത്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കേസസ് എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലും പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഫീമെയിൽസ്, പ്രഗ്നൻ്റ് ആയിട്ടുള്ള അമ്മമാരും പിന്നെ ബ്രസ്റ്റ് ഫീഡിങ് മുല കൊടുക്കുന്ന അമ്മമാർക്കും ഇത് നമ്മൾ കൂടുതലും ചെയ്യാറില്ല. ഇത് നമ്മൾ റേഡിയേഷൻ റേഡിയോളജിയുടെ സ്കാൻസ് ആണെങ്കിലും നമ്മുടെ സ്കാൻസ് ആണെങ്കിലും നമ്മൾ ചെയ്യാറില്ല. ചില കേസസിൽ സ്റ്റിൽ അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളത് സ്റ്റിൽ ചെയ്യും. ഈ റേഡിയേഷൻ അല്ലാതെ നമ്മുടെ ശരീരത്തിൽ ഒരു തരത്തിലും ബാധിക്കാൻ അത്രയും പ്രശ്നങ്ങൾ വരാറില്ല. കിഡ്നി ആണെങ്കിലും ലിവർ ആണെങ്കിലും വേറെ ഒരു ഓർഗനും ഇത് ഡാമേജ് ചെയ്യില്ല. വ്യക്തമാണ് ഡോക്ടർ. നമുക്ക് അങ്കമാലിയിൽ നിന്ന് നിതിൻ എന്ന പ്രേക്ഷകൻ കൂടിയുണ്ട്. സ്വാഗതം, ഡോക്ടർ ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, ഗുഡ് ആഫ്റ്റർനൂൺ. സർ, എൻ്റെ അമ്മയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഡയഗ്നോസ് ആയതാണ് ഒരു 3 കൊല്ലം മുന്നേ, 3-4 വർഷമായി. അപ്പോൾ അവർക്ക് ഓപ്പറേഷൻ കഴിഞ്ഞു, കീമോതെറപ്പി കഴിഞ്ഞു, റേഡിയേഷൻ കഴിഞ്ഞു. അപ്പോൾ ഇനി അത് സ്പ്രെഡ് ആവുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ ഈ ഒരു സ്കാൻ ചെയ്യാൻ പറ്റുമോ? ഇപ്പം ഓരോ കൊല്ലം നമ്മൾ 1 കൊല്ലം കൂടുമ്പോൾ നമ്മൾ സ്കാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? ഇനിയിപ്പോൾ അത് യൂട്രസിലേക്ക് അത് സ്പ്രെഡ് ആവുമോ എന്നുള്ളതും കൂടി നമുക്ക് ഇതിൽ അറിയാൻ പറ്റുമോ? ഇത് നമ്മൾ പെറ്റ് സ്കാൻ, ഇതിനു വേണ്ടി നമ്മൾ പെറ്റ് സ്കാൻ ചെയ്യാറുണ്ട്. ബ്രസ്റ്റ് ക്യാൻസർസിന് കൂടുതലും നമ്മൾ ട്രീറ്റ്മെൻറ്റ് സമയത്തും ട്രീറ്റ്മെൻറ്റ് മുമ്പും ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടും നമുക്ക് ഈ FDG പെറ്റ് സ്കാൻ എന്ന് പറയും, ഇത് നമ്മൾ ചെയ്യാറുണ്ട്. ഇതിൽ വീണ്ടും ആ ഭാഗത്തോട്ട് ബ്രസ്റ്റിൻ്റെ ആ റീജിയനിൽ തന്നെ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഈവൻ യൂട്രസിലും ഇത് വന്നിട്ടുണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റും. സോ ഇതിനു വേണ്ടി നമ്മൾ ഈ പെറ്റ് സ്കാൻ ഉപയോഗിക്കാറുണ്ട്. ഇത് ഏകദേശം ഒരു ഇയർലി, ചില സമയത്ത് ചിലവർ 2 ഇയർലി ഈ സ്കാൻസ് ചെയ്തിട്ട് ഒന്നുമില്ലെങ്കിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് നോർമലായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാം. പക്ഷേ പെറ്റ് സ്കാന്, FDG പെറ്റ് സ്കാന് ബ്രസ്റ്റ് ക്യാൻസേഴ്സും നമ്മൾ ചെയ്യാറുണ്ട്. നിതിൻ, വ്യക്തമായെന്ന് വിചാരിക്കുന്നു. വിളിച്ചതിന് നന്ദി. തൃശ്ശൂരിൽ നിന്ന് രമേശ് കൂടിയുണ്ട്. സർ, സ്വാഗതം. ഡോക്ടർ സംസാരിച്ചോളൂ. രമേശ് കേൾക്കുന്നുണ്ടോ? സർ, സംസാരിച്ചോളൂ. ഹലോ, ചോദിച്ചോളൂ. ഹലോ, എനിക്ക് ഈ കിഡ്നി സ്റ്റോൺ ഉള്ളതാണ്. അപ്പോ എനിക്ക് ഈ വയറിന്റെ ഈ ഭാഗം അങ്ങനെ ഒരു വീർമത വരുന്ന പോലെ, ശ്വാസം പോവാത്ത പോലെ അങ്ങനെയൊക്കെ
തോന്നുന്നത്. ഒരു 7 കൊല്ലമായിട്ട് ഞാൻ അത് എനിക്ക് ഉള്ളതാണ്. ഞാനപ്പോ അതില് ട്രീറ്റ്മെന്റ് ഒന്നും ഇതുവരെ ആദ്യമൊക്കെ ചെയ്തിരുന്നത്. പിന്നെ ഇപ്പോ അതിന് വേദന വരാത്തത് കൊണ്ട് ഞാൻ വേറെ ഒന്നും ചെയ്യാറില്ല. അപ്പൊ ഇതെന്താണ് ഈ വയറിങ്ങനെ വീർത്ത് വരുന്നതെന്നുണ്ടെങ്കിൽ ഓക്കെ, കിഡ്നി സ്റ്റോൺ ഉള്ള ആൾക്ക് പിന്നെ വയറുവേദനയും വീർമതയും ചിലപ്പം വരാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ സോണോഗ്രാഫി അൾട്രാസൗണ്ട് വഴി ഈ കല്ല് എവിടെ, ഇത് കിഡ്നിയിൽ പല ഭാഗത്തായിട്ടാണ് വരുന്നത്. ചിലപ്പം കിഡ്നിയുടെ അകത്തായിരിക്കാം, ചിലപ്പം കിഡ്നിയിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന ട്യൂബിലായിരിക്കാം. സോ അത് ട്യൂബിൽ ഈ പിന്നെ കല്ല് വന്നിട്ടുണ്ടെങ്കിൽ അത് വലിയതാണെങ്കിൽ ചിലപ്പം ബ്ലോക്ക് ഉണ്ടാക്കാം. അന്നേരം ഈ ബ്ലോക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് കിഡ്നിയിൽ ഇച്ചിരി വികസനം ചിലപ്പം കാണാൻ ചിലപ്പോൾ അറിയാൻ പറ്റും. അന്നേരം ഇതിൻ്റെ കാരണത്തോടായിരിക്കാം ചിലപ്പോൾ ഒരു വീർമത നമുക്ക് കൂടുതലും കാണുന്നത്. ഇതിനു വേണ്ടി ഉള്ള പ്രത്യേകമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, അതിപ്പോൾ കല്ലാണെങ്കിൽ കല്ലിൻ്റെ കാരണത്തോടാണെങ്കിൽ പിന്നെ കല്ലിൻ്റെ ട്രീറ്റ്മെൻറ്റും, ഇൻ കേസ് വേറെ ആണെങ്കിൽ നമ്മൾ സോണോഗ്രാഫി അൾട്രാസൗണ്ട് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് ഏതെങ്കിലും ഒരു പിക്ചർ അറിയാൻ പറ്റും. അല്ലെങ്കിൽ വെള്ളം കെട്ടി കിടക്കുന്നതാണോ, വയറിൽ വെള്ളം കെട്ടി കിടക്കുന്നതാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് നമുക്കതിൽ അറിയാൻ പറ്റും. സോ അന്നേരം ഇത് ആദ്യമേ ഡയഗ്നോസ് ചെയ്താൽ, ആദ്യമേ ഏത് അസുഖമാണെന്ന് ആദ്യമേ അറിഞ്ഞിട്ട് അതിൻ്റെ ആയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ ഈ വീർമതയും ഈ ചിലപ്പം വേദന ഉണ്ടെങ്കിൽ അതുകൂടെ ചിലപ്പം മാറാൻ സാധ്യതയുണ്ട്. സർ, വ്യക്തമായെന്ന് വിചാരിക്കുന്നു. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഇപ്പോൾ നമ്മൾ ബ്ലോക്കുകളുടെ കാര്യം സൂചിപ്പിക്കുമ്പോൾ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ, ഹൃദയത്തിലേക്കുള്ള ബ്ലോക്കുകളെ കണ്ടെത്തുക, അതിനുള്ള ചികിത്സയിൽ ന്യൂക്ലിയർ മെഡിസിൻ എത്രത്തോളം സഹായകമാകും? നമ്മുടെ ഹൃദയത്തിൻ്റെ ബ്ലോക്ക് നമ്മൾ കൂടുതലും നോക്കുന്നത് ഒന്നെങ്കിൽ ആൻജിയോഗ്രാഫി ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ CTയുടെ ആൻജിയോഗ്രാഫി. ഇത് രണ്ടിലും നമ്മൾ ബ്ലോക്ക് അറിയും. പക്ഷേ ഈ ബ്ലോക്ക് ഉണ്ടെങ്കിലും നമ്മുടെ ഹാർട്ടിന് ബ്ലഡ് ഫ്ലോ ഉണ്ടോ എന്ന് നോക്കണമെങ്കിൽ നമ്മുടെ ന്യൂക്ലിയറിൽ പെർഫ്യൂഷൻ സ്കാന്, മയോകാർഡിയൽ പെർഫ്യൂഷൻ സ്കാൻ ഒരു സ്കാനുണ്ട്. ഇതിൽ നമ്മൾ കൂടുതലും നോക്കുന്നത് ആ ഏരിയയിൽ ബ്ലോക്ക് ഉണ്ടായെങ്കിലും നമുക്ക് ഈ ബ്ലഡ് ഫ്ലോ പ്രവർത്തനം ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാനും, അല്ലെങ്കിൽ ആ ഏരിയയിൽ എന്തെങ്കിലും ഡാമേജ് ടിഷ്യൂ അല്ലെങ്കിൽ ഈ ടിഷ്യൂ ആ ഏരിയ ചത്തുപോയിട്ടുണ്ടോ എന്ന് നോക്കാനും നമ്മളത് ഈ സ്കാൻ ചെയ്യാറുണ്ട്. ഇതിന് കൂടുതലും ചെയ്യുന്ന കാരണം എന്ന് വെച്ചാൽ നമുക്ക് മെഡിക്കൽ മാനേജ്മെൻ്റ് ആണോ എന്ന് വെച്ചാൽ മെഡിസിൻ കൊടുത്ത് ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ നമ്മൾ ഓപ്പറേഷൻ തന്നെ ചെയ്യണമെന്നുള്ള ഒരു നിർണയം ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ സ്കാൻ ചെയ്യും. നമ്മളൊരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് നമ്മൾ എവിടെയൊക്കെ നമ്മൾ ബ്ലോക്കുള്ള ഏരിയയിൽ ബ്ലഡ് കാർഡിയാക്കിനും നമുക്ക് ഹാർട്ടിന് ഫ്ലോ വരുന്നുണ്ടോ എന്ന് നോക്കണം. നമ്മുടെ ശരീരത്തിൽ ബാക്കി എല്ലാത്തിലും നമുക്ക് ഹാർട്ട് ബ്ലഡ് ഫ്ലോ കൊടുക്കുന്നത്. അന്നേരം ഹാർട്ടിന് തന്നെ ബ്ലഡ് ഫ്ലോ ഇല്ലെങ്കിൽ അത് ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. സോ അത് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. വ്യക്തമാണ് ഡോക്ടർ. ഇപ്പോൾ സർ, തൃശ്ശൂർ അമല ആശുപത്രിയിലെ ന്യൂക്ലിയർ മെഡിസിൻ വിഭാഗം മേധാവിയാണ്. ഡോക്ടർ, ഇത്തരത്തിലൊരു മെഡിക്കൽ ശാഖ എല്ലാ ആശുപത്രികളിലും ലഭ്യമാണോ, അതോ എത്തരത്തിലാണ് ഇതിൻ്റെ ഒരു സാധ്യതകൾ മുന്നോട്ട് സർ കാണുന്നത്? ഇല്ല, ഇത് ആക്ച്വലി തൃശ്ശൂരിൽ നമുക്ക് അമലയിൽ മാത്രമേ ഉള്ളൂ. ഇതല്ലാതെ കേരളത്തിലാണെങ്കിലും മിക്ക ഹോസ്പിറ്റൽസിലും ഇതില്ല. ചില ഹോസ്പിറ്റൽസിൽ ഇത് കാണാറുള്ളൂ. ഇതിൻ്റെ മെയിൻ കാരണമെന്ന് വെച്ചാൽ നമ്മൾ കൂടുതലും ഈ ഒരു സ്കാൻസിന് വേണ്ടിയുള്ള ഉപയോഗം അത്രയും കോമൺ അല്ല. സോ അന്നേരം എല്ലാ ഹോസ്പിറ്റൽസിലും അത് വെച്ച് കഴിഞ്ഞാലും ചിലപ്പോൾ അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ വരാറില്ല. രണ്ടാമത് ഇതിന് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് നിലനിർത്താൻ തന്നെ കുറേ ലീഗൽ ഇഷ്യൂസും, ബിക്കോസ് നമ്മളൊരു റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് എന്ന് വെച്ചാൽ റേഡിയേഷൻ്റെ മരുന്ന് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഭയങ്കര ഗവൺമെൻറ് റെഗുലേഷൻസും അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചറും ഉണ്ടാക്കിയാലേ ഇത് മുന്നോട്ട് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. നമുക്ക് അമലയിൽ ആക്ച്വലി ഇത് ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ ഫസ്റ്റ് ലോഞ്ച് സ്പെക്ട് CT നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതല്ലാതെ ആധുനികമായിട്ടുള്ള PET CT മെഷീൻസും ഇട്ടിട്ടുണ്ട്. ഇത് രണ്ടും നല്ലൊരു എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ രണ്ടാമത് എല്ലാ കേസസും നമ്മളെല്ലാം ഡിപ്പാർട്ട്മെൻറ്റും നമ്മുടെ അമലയിൽ ഉള്ളതുകൊണ്ട് ഇത് കൂടുതലും പ്രയോജനപ്പെടുന്നു. ഇത് പക്ഷേ നമുക്ക് വേണ്ടി മാത്രമല്ല, തൃശ്ശൂരിൽ എല്ലായിടത്തും ഉള്ള പേഷ്യൻസും പുറത്തെ പേഷ്യൻസും നമുക്ക് വരാറുണ്ട്. വ്യക്തമാണ് ഡോക്ടർ. വളരെയധികം നന്ദി. വളരെ വിശദമായി ഞങ്ങളോട് സംസാരിച്ചു. പ്രോഗ്രാം അവസാനിക്കുകയാണ്. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. നമസ്കാരം.